മലയാള കവിതയുടെ പര്യായമാണ് ONV എന്ന മൂന്നക്ഷരം. കവിത, സിനിമ തുടങ്ങി കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ 6 പതിറ്റാണ്ടിലേറെ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു ശ്രീ ONV കുറുപ്പ്. പ്രകൃതിയുടെയും മണ്ണിൻ്റെയും ജീവാംശമുള്ള ഭാഷാ സൗന്ദര്യം മലയാളികൾക്ക് കാണിച്ചു കൊടുത്ത കവി. ആ ഭാഷാ സൗന്ദര്യം മലയാളിയുടെ ആത്മാഭിമാനമായി മാറിയത് ONVയിലൂടെയാണ്. പ്രകൃതിയുടെ നോവും സാമൂഹിക ഉത്കണ്ഠകളുമെല്ലാം കവി തൻ്റെ വരികളിൽ ആവാഹിച്ചു. ചവറയിൽ നിന്ന് ONV നടന്നു കയറിയത് വിശ്വമാനവികതയുടെ ദീപ്ത ഗോപുരങ്ങളിലേക്കായിരുന്നു. മലയാളത്തിൻ്റെ ഉപ്പും മധുരവും ചാരുതയും ചേർന്ന വിശ്വമാനവികതയ്ക്ക് കാലം നൽകിയ പേരാണ് ONV കുറുപ്പ് എന്നത്. മലയാളത്തിൻ്റെ സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും സംഘർഷങ്ങൾ നിറഞ്ഞ ഒരു കാലത്താണ് ONV തൻ്റെ കാവ്യപ്രവേശം നടത്തുന്നത്. 1949 കൊല്ലം പുരോഗമന സാഹിത്യ സമ്മേളനത്തിൽ അരിവാളും രാക്കുയിലും എഴുതി ചങ്ങമ്പുഴ സ്വർണ്ണ മെഡൽ അദ്ദേഹം കരസ്ഥമാക്കി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരോധനകാലത്ത് കലേശൻ എന്ന തൂലികാനാമത്തിൽ പ്രസിദ്ധീകരിച്ച കലയും കശാപ്പും എന്ന കാവ്യസമാഹാരം മുതൽ അനശ്വരതയിലേക്ക് എന്ന അവസാനത്തെ കാവ്യസമാഹാരം വരെ മലയാളത്തിന് ശ്രദ്ധേയമായ ഒട്ടേറെ കവിതകൾ നൽകിയ കാവ്യപ്രപഞ്ചമായിരുന്നു ONVയുടേത്. ONVയുടെ പാട്ടുമൂളാത്ത ഒരു മലയാളി ജീവിതവും ഈ 6 പതിറ്റാണ്ടിനിടെ കടന്നുപോയിട്ടുണ്ടാകില്ല. പ്രണയവും വിരഹവും വിഷാദവും വിപ്ലവവും ഒക്കെ ഒരുപോലെ ആ തൂലികയിൽ നിന്ന് ഒഴുകിയെത്തി. ONVയുടെ ആദ്യ കവിതാ സമാഹാരം പൊരുതുന്ന സൗന്ദര്യം ആണ്. തുടർന്ന് സമരത്തിന്റെ സന്തതികൾ, ദാഹിക്കുന്ന പാനപാത്രം, മാറ്റുവിൻ ചട്ടങ്ങളെ എന്നീ കൃതികൾ പ്രസിദ്ധീകരിച്ചു. ഈ സമാഹാരങ്ങളിൽ അധ്വാനിക്കുന്ന വർഗത്തോടുള്ള മമത നിറഞ്ഞു നിൽക്കുന്നു. തൊഴിലാളി കർഷക സമരങ്ങൾ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ മേഖലകളിൽ വ്യാപിച്ചതും ജനം അതിന്റെ പതാകവാഹകരായതും ആവേശത്തോടെ പൊരുതാനും വേണ്ടിവന്നാൽ സംഘത്തിനു വേണ്ടി നിസ്വാർത്ഥതയോടെ രക്തസാക്ഷികളാവാൻ തയ്യാറായതും ONVയിലെ മാനവിക അവബോധത്തെ വല്ലാതെ പ്രചോദിപ്പിച്ചു. ONV കവിതകളുടെ ഋതുസംക്രമണം പൂർണ്ണതയിലെത്തുന്നത് 1964 മയിൽപീലി കവിതകളോടെയാണ്. ഇതിലെ 19 കവിതകളിൽ ഏറെ ശ്രദ്ധേയങ്ങളായത് സിംഹാസനത്തിലേക്ക് വീണ്ടും, 4 മണിപ്പൂക്കൾ, ചോറൂണ്, മയിൽപീലി, ഓർഫ്യൂസിനൊരു ഗീതം, ചെറുമകന്റെ കിളി എന്നീ കവിതകളാണ്. 19 കവിതകൾ അടങ്ങിയ മയിൽപീലി എന്ന കാവ്യസമാഹാരം ONVയുടെ കാവ്യജീവിതത്തിലെ മാറ്റത്തിന്റെ അടിത്തറയാണ്. സംക്രമകാലത്തുനിന്ന് ഉറച്ച ഒരു കാവ്യ വ്യക്തിത്വം ONV സ്ഥാപിച്ചെടുക്കുന്നത് അദ്ദേഹത്തിന്റെ അഗ്നിശലഭങ്ങൾ എന്ന കാവ്യസമാഹാരത്തിലെ കവിതകളിൽ എത്തുമ്പോഴാണ്. മനുഷ്യന് ആവശ്യമുള്ളതായിരിക്കുക എന്നതാണ് ഏത് എഴുത്തിന്റെയും എഴുത്തുകാരന്റെയും ജീവിത ലക്ഷ്യമെന്ന് സാഹിത്യ ദാർശനികനായ MN വിജയൻ മാസ്റ്റർ അഭിപ്രായപ്പെടുന്നു. നിസ്വവർഗത്തിന്റെ ആത്മാവിലേക്ക് കടന്നു ചെന്ന കവിതകളാണ് ONVയുടേതെന്ന് പ്രശസ്ത നിരൂപക M ലീലാവതി അഭിപ്രായപ്പെടുന്നു. ഏതു വിധത്തിലായാലും മലയാളികൾ ONV കവിതകളിൽ ആവാഹിച്ച ആ ജീവിതത്തിന്റെ ഉത്കടദാഹം ഹൃദയത്തിലേറ്റുവാങ്ങി. നിസ്വവർഗ പക്ഷപാതം, സ്ത്രീത്വത്തോടുള്ള ആദരം, വിശ്വമാനവികതാ ബോധം, നാടൻ കർഷകന്റെ നിഷ്കളങ്കത, അയത്നലളിതവും സംഗീതസാന്ദ്രവുമായ ജനകീയ ഭാഷ, ക്ലാസിക്കൽ കലയുടെയും സാഹിത്യത്തിന്റെയും അന്തസത്ത ഇവ ഉൾച്ചേർന്നതാണ് ONVയുടെ കാവ്യ സംസ്കൃതി. ONVയെ മറ്റു കവികളിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്നത് ഈ സംസ്കൃതിയാണ്. ഞാൻ അഗ്നി എന്ന കാവ്യസമാഹാരത്തിൽ എന്റെ കവിത എന്റെ ജീവിതം എന്ന ആത്മകഥാസ്പർശിയായ ആമുഖത്തിൽ കവി തന്റെ നിലപാട് വ്യക്തമാക്കുന്നു. എന്റെ ജീവിതം തന്നെയാണ് എന്റെ കവിത. ONV കവിതകളിലൂടെ കടന്നു പോകുന്ന ആർക്കും അത് പാഴ്വാക്കല്ലെന്ന് ബോധ്യപ്പെടും. ONV കവിതയുടെ 2ാം ഘട്ടത്തെ കുറിക്കുന്ന കവിതകളാണ് അക്ഷരം എന്ന സമാഹാരത്തിൽ. 32 കവിതകൾ അടങ്ങിയ കറുത്ത പക്ഷിയുടെ പാട്ടും 45 കവിതകൾ അടങ്ങിയ ഉപ്പും മലയാള കവിതയുടെ ഉദാത്ത മേഖലകളിലേക്ക് ONV കവിതയെ ഉയർത്തുന്നു. ഭൂമിക്കൊരു ചരമഗീതത്തിലൂടെ ONV കവിത അതിന്റെ വളർച്ചയുടെ 3ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. കാണെ വയസ്സാകുന്നു മക്കൾക്കെല്ലാം, എന്നാലമ്മേ വീണക്കമ്പികൾ മീട്ടുകയല്ലീ നവതാരുണ്യം നിന്തിരുവുടലിൽ എന്ന് തുടങ്ങുന്ന ഒരു കവിത ഭൂമിയെ അതിസുന്ദരിയായി ചിത്രീകരിക്കുന്ന ഒരു കവിതയാണ് ഭൂമി. ഭൂമിയുടെ ശരീരത്തിൽ നവതാരുണ്യം വീണക്കമ്പികൾ മീട്ടുന്നു. മക്കൾക്കൊക്കെ പ്രായമാകുന്നു.
മക്കൾക്കൊക്കെ പ്രായമായിട്ടും ഭൂമി നിത്യ യൗവനയായി നിലനിൽക്കുന്നു എന്നതാണ് ആ കവിതയുടെ സാരം. ഈ കവിത എഴുതാനുണ്ടായ ഒരു കാരണത്തെപ്പറ്റി ONV പണ്ട് സൂചിപ്പിക്കുകയുണ്ടായി. അമ്മ കറുത്തും മകള് വെളുത്തും മകളുടെ മകളൊരു സുന്ദരി വേശി എന്നൊരു കടങ്കഥയെപ്പറ്റി ആലോചിച്ചപ്പോൾ അതിൻ്റെ വിപരീതമായി ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിൽ വന്നൊരാശയമായിരുന്നു ഭൂമി എന്നാണ്. ഒരു 50 വർഷം മുമ്പാണ്, 8ാം ക്ലാസ്സിലാണ് ഈ കവിത പഠിപ്പിച്ചത്. പിന്നീട് 10, 30, 40 വർഷത്തിന് ശേഷം 10ാം ക്ലാസ്സിൽ ONVയുടെ ഒരു കവിത പഠിപ്പിക്കാനുണ്ടായിരുന്നു. ഭൂമിക്ക് ഒരു ചരമഗീതം. മനുഷ്യൻ്റെ ആസുരമായ പ്രവൃത്തികൾ കൊണ്ട് ഭൂമി നശിച്ച് ഭൂമി ആസന്ന മരണയായി കിടക്കുന്ന സന്ദർഭത്തിൽ ഭൂമിക്കൊരു ചരമഗീതം കുറിക്കുകയാണ് കവി. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി എന്ന് തുടങ്ങുന്ന നമ്മുടെ ഹൃദയത്തെ വല്ലാതെ മുറിവേൽപ്പിക്കുന്ന ഒരു കവി. മലയാളത്തിന്റെ തനിമ എന്ന് വിശേഷിപ്പിക്കാവുന്ന നാടൻ പദങ്ങളും ദ്രാവിഡ വൃത്തങ്ങളും ആഖ്യാന ശൈലിയും ONVയുടെ തൂലികയെ ആർദ്രമാക്കി. നാട്ടിലെ ഓണവും വിഷുവും തിരുവാതിരയും പൂക്കളും പുഴയും നിറനിലാവും തേന്മാവും കണിക്കുന്നയും അദ്ദേഹത്തിന്റെ വർണ്ണനകൾക്ക് വിഷയമായി. വീടുകൾ എന്ന ലോകമൈത്രി വിളംബരം ചെയ്യുന്ന പ്രശസ്തമായ കവിതയിൽ കവിയിൽ നിറഞ്ഞുലാവുന്ന പ്രപഞ്ച ദർശനത്തിന്റെ മുകുളം കാണാം. പൂക്കളുടെ മിഴികളിലെ മൗനം പകർത്താൻ വെമ്പുന്ന കവിക്ക് അത് സാധിക്കുന്നില്ല. കവിയുടെ പരിഭ്രമം കണ്ട മുല്ലപ്പൂക്കളുടെ ചിരിയും അത് ഹൃദയത്തിലേന്തിയ കവിയുടെ മറുചിരിയും വീടുകൾ എന്ന കവിത ഭാവസുന്ദരമാക്കുന്നു. പ്രകൃതിയുമായി സമരസപ്പെട്ടുകൊണ്ടേ മനുഷ്യന് മുന്നോട്ടു പോകാൻ സാധിക്കൂ. കുഞ്ഞുങ്ങൾക്കുള്ള ഇരതേടൽ, പരുന്ത് പ്രത്യക്ഷമാകുമ്പോൾ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള വെപ്രവാളം എന്നിങ്ങനെ തള്ളക്കോഴിയുടെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഉത്തരവാദിത്ത ഘടകങ്ങളെ മക്കളായ മനുഷ്യരെ പോറ്റുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന മാതൃധർമ്മത്തിന്റെ മകുടമായി ഭൂമിയോടൊപ്പം കവി ചിത്രീകരിക്കുന്നു. തെല്ലൊന്നു ചിറകുകൾ വിടർത്തി നിൽക്കുന്നൂരു തള്ളപ്പിടക്കോഴി പോലെ എൻ വീട്, അതിൻ പള്ളയിൽ പറ്റിപ്പതുങ്ങി നിൽക്കും കുറേ കുഞ്ഞുങ്ങൾ, എൻ മുഖമാണവയ്ക്കൊക്കെയും എന്ന സാഹോദര്യ വീക്ഷണം കവിക്ക് ലഭ്യമാകുന്നത് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൽ നിന്ന് തിരികൊളുത്തിയ പുരോഗമന വീക്ഷണത്തിൽ നിന്നാണ്. ONVയുടെ വളരെ പ്രശസ്തമായ മറ്റൊരു രചനയാണ് ഭൂമിക്കൊരു ചരമഗീതം. കവിതയിൽ ശാസ്ത്ര ചിന്തകളെ കാവ്യാനുരൂപമായി മെരുക്കിയെടുക്കാൻ ONV കാട്ടിയ വിരുത് അസൂയാവഹമാണ്. വിഭവസമൃദ്ധമായ ഭൂമിയെ, മാതാവിനെ, അവളുടെ സമൃദ്ധിയെ ആവോളം പാനം ചെയ്ത് അവസാനം അവളുടെ ചോരയും മൂന്തി ദാഹം മാറ്റാൻ വെമ്പുന്ന രാക്ഷസീയത ഇന്നു മർത്യനു മാത്രം അവകാശപ്പെട്ടതാണ്. വികസനത്തിന്റെ പേരിലും മറ്റും കൃഷിയിടങ്ങളും വനങ്ങളും നശിപ്പിക്കെ ഭൂമിയിലെ തന്റെ മാസത്തിനു തന്നെയാണ് അന്ത്യം കുറിക്കുന്നതെന്ന് അവരോർക്കുന്നില്ല. അത്രമാത്രം വന്യമാണ് അവന്റെ ആർത്തി. ഈ രാക്ഷസ മനസ്സിനെ പറ്റി പുതിയ തലമുറയ്ക്ക് ബോധ്യമുണ്ടാകണമെങ്കിൽ തന്റെ അമ്മയെ മാനഭംഗം ചെയ്യുന്ന പുത്രരെ പറ്റി എഴുതിയേ മതിയാകും. മക്കളുടെ ദുഷ്ചെയ്തികൾ കാരണം മാനഭംഗത്തിന്റെ മാറാപ്പുമായി സൗരമണ്ഡല പെരുവഴിയിലൂടെ അവൾ അലയുകയാണ്. മനുഷ്യന്റെ ദുഷ്കർമ്മങ്ങൾ ഋതുചംക്രമണത്തിന്റെ താളം പോലും തെറ്റിച്ചിരിക്കുന്നു. ഇവിടെ ശാസ്ത്രവും കവിതയും പറയുന്നത് ഒന്നു തന്നെയാകുന്നു. പക്ഷേ ശാസ്ത്രഭാഷണത്തെക്കാളും എത്രമാത്രം ഹൃദയഹാരിയാണ് കാവ്യഭാഷ. ഭൂമി എന്ന കവിതയെയും ഇതോടൊപ്പം ചേർത്തു വായിക്കേണ്ടതാണ്. പ്രകൃതിയെയും സ്ത്രീയെയും സമഭാവനയോടെയാണ് ONV വീക്ഷിച്ചത്. പ്രകൃതി അഥവാ ഭൂമി ഏൽക്കുന്ന ആഘാതങ്ങൾ സ്ത്രീപക്ഷത്തിനേൽക്കുന്നവയാണ്. സ്ത്രീ, പ്രകൃതി, സമൂഹം എന്നിവയ്ക്കുണ്ടാകുന്ന നാശം അദ്ദേഹത്തെ വേദനിപ്പിച്ചു. അവയുടെ സമൃദ്ധിയിലാണ്, മികവിലാണ് നന്മയും ശാന്തിയും വിളയുന്നത് എന്ന് അദ്ദേഹം സിദ്ധാന്തിച്ചു. കുഞ്ഞേടത്തി, അമ്മ, കോതമ്പുമണികൾ, പെങ്ങൾ മുതലായ കവിതകളിൽ സ്ത്രീയുടെ ഗദ്ഗതമുണ്ട്. ആർദ്രമായ ഭാഷയാണ് ഈ കവിതകളിൽ കാണുക. കണ്ണീരിന്റെ നനവ് അതിലൂറിയിട്ടുണ്ട്. അവൾ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും കനവാണ്. ആരുടെയൊക്കെയോ തിക്ത പെരുമാറ്റങ്ങൾ ജീവിക്കാൻ വേണ്ടി ഏറ്റുവാങ്ങുന്നവളാണ് അവൾ. പൂവായി വിരിഞ്ഞും പുഴുതിന്നു തീർപ്പവളാണ്. ചന്ദനം പോലെ അരഞ്ഞ് അകിൽ പോലെ പുകഞ്ഞ് അന്യന്റെ സുഖം കാക്ഷിക്കുന്നവളാണവൾ. ക്രൂരമായ ജീവിത തരംഗങ്ങളിൽ മാരനെയോ മണാളനെയോ അല്ല അവൾ തേടുന്നത്. തന്റെ മാനം കാക്കാൻ കെൽപ്പുള്ള ഒരു ആങ്ങളയെയാണ്.
മലയാളത്തിന് അതിൻ്റേതായ തന്മയീഭാവമുണ്ടെന്ന് തൻ്റെ കവിതകളിലൂടെ വിളിച്ചോതിയ കവിയായിരുന്നു ONV. അതുതന്നെയായിരുന്നു അദ്ദേഹത്തെ പ്രിയ കവിയാക്കിയതും. ജന്മനാൽ തന്നെ കവിയായതുകൊണ്ടാവണം ONVയുടെ ഗാനങ്ങളിൽ കാവ്യാത്മകത എന്നും അടിയൊഴുക്കായി തീർന്നിട്ടുണ്ട്. ഗാനരചനയിൽ ചില സവിശേഷതകൾ എന്നും ONV കാത്തുസൂക്ഷിക്കുന്നുണ്ട്. പ്രധാനമായും കവിതയുടെ അച്ചിൽ ഗാനത്തെ വാർത്തെടുക്കുന്നതിലാണ് അദ്ദേഹത്തിന് താല്പര്യം. അനുഭവങ്ങളുടെ ലവണവും കവിതയുടെ ലാവണ്യവും ഒത്തിണങ്ങിയതാണ് ONVയുടെ ഗാനങ്ങൾ എന്ന് പറയാം. ഭൂമിയുടെ പ്രിയതോഴനായും കാമുകനായും വരനായും അദ്ദേഹം സൂര്യനെ സങ്കല്പിച്ചു. സൂര്യൻ കർമ്മവ്യഗ്രതയുടെ നിറകുടമാണ്, ഊർജഭണ്ഡാരമാണ്, അഗാധമായ കരുത്തിന്റെ പ്രതീകമാണ്. പ്രകൃതിക്കും സ്ത്രീക്കും സുരക്ഷ ലഭിക്കണമെങ്കിൽ ഓരോ പുരുഷനും ഓരോ സൂര്യനാകേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ. കറുത്ത വർഗത്തിന്റെ സ്വാതന്ത്ര്യ പോരാളിയായ പോൾ റോബ്സനെ അനുസ്മരിച്ചെഴുതിയ കറുത്ത പക്ഷിയുടെ പാട്ട് എന്ന കവിതയിൽ സ്വാതന്ത്ര്യത്തിന്റെ സൂര്യനെ അവതരിപ്പിക്കുന്നു. തീവ്രമായ സത്യത്തിന്റെ നോവറിയുന്ന കവിയാണ് യഥാർത്ഥ കവി എന്ന് ONV സ്ഥാപിക്കുന്നു. അടിമകൾ ഞങ്ങൾക്കു പകൽ വെളിച്ചത്തിന്റെ അമൃതം നിഷേധിക്കുവോരേ, ഉയരും പുകഞ്ഞുപോം ഇരുളിൻ ഗനിയിൽ വീണുരുകി ചോരയിൽ നിന്നും ഒരു തീപ്പൊരി യൂതി തെളിച്ച പോലൊരു സൂര്യജ്വാലയുദിക്കും. ഇവിടെ കുരിശിൽ നിന്നവരുടെ സ്വാതന്ത്ര്യ സവിതാ ഉയർത്തെഴുന്നേൽക്കും. സൂര്യൻ കവിക്ക് ആവേശവും പ്രതീക്ഷയുമാണ്. സൂര്യനെ ഇപ്രകാരം പ്രത്യാശയുടെ തലങ്ങളിൽ നോക്കിക്കണ്ട കവികൾ അധികമില്ല. ഉപ്പിനെ പ്രണയിച്ച കവിയാണ് ONV. ഉപ്പ് കവിക്കായി പൈതൃകം നീക്കിവെച്ച വൈകാരികതയാണ്. അതിൽ സ്നേഹവും വിശ്വാസവും കണ്ണീരും വിയർപ്പും ഊറിക്കൂടിയിരിക്കുന്നു. പഴയ തലമുറയുടെ കഥകളും അനുഭവങ്ങളും സ്പർശവുമാണ് പുതുതലമുറയ്ക്ക് ഉപ്പാകുന്നത്. മണ്ണിൽ നിന്ന് മറഞ്ഞാലും നിന്റെ മുത്തശ്ശി എന്നും നിന്നിലെ ഉപ്പായിരിക്കും എന്ന വാഗ്ദാനമാണ് ഉപ്പ് എന്ന കവിതയിലെ മുത്തശ്ശി ഉണ്ണിക്ക് നൽകുന്നത്. ചോറൂണ് എന്ന കവിതയിൽ കുട്ടിക്ക് നൽകുന്ന അനുഗ്രഹത്തിലും ഭൂമി തന്നുപ്പ് നുകർന്നു നീ പൈതലെ, ഭൂമി തന്നുപ്പായി വളരുകെന്നിങ്ങനെ ഉപ്പിന്റെ സാന്നിധ്യമുണ്ട്. കുട്ടിക്ക് മുലപ്പാൽ നൽകുന്ന മാതൃബന്ധം പോലെ തന്നെ ദൃഢമാണ് ഉപ്പ് വഴിയുള്ള പൈതൃക ബന്ധസ്ഥാപനം. ഞാൻ അഗ്നി എന്ന കവിതാ സമാഹാരത്തിലെ ഉപ്പും മധുരവും എന്ന കവിത ഉപ്പോടുള്ള കവിയുടെ തീവ്ര മമത ഒന്നുകൂടി സാക്ഷ്യപ്പെടുത്തുന്നു. ഉപ്പില്ലാതെങ്ങനെ അന്നവും അമൃതമായി മാറ്റും, രുചിയൻ അത്ഭുതമിത്, വാഴ്വിന് വാരിധി കടഞ്ഞെടുപ്പോർ ഞങ്ങൾ. ജീവിതം ആർദ്രവും ആഹ്ലാദകരവുമാകുന്നത് അത് ലവണമായി ഒഴുകുമ്പോഴാണ്. ഉപ്പ് കവിക്ക് ജീവിത ദർശനമാണ്. പൈതൃകത്തിൽ നിന്ന് നേടുന്ന ജീവിതം ആർദ്രവും ആഹ്ലാദകരവുമാകുന്നത് അത് ലവണമായി ഒഴുകുമ്പോഴാണ്. ഉപ്പ് കവിക്ക് ജീവിത ദർശനമാണ്. പൈതൃകത്തിൽ നിന്ന് നേടുന്ന ഊർജവും തത്ഫലമായി നമ്മളിൽ അങ്കുരിക്കുന്ന ആർജവവും കരുണയുമാണ്. വിശാലമായ കടലിന്റെ വിയർപ്പു തരികളാണ് ഉപ്പ്. അത് കണ്ണീരും അലിവുമാകുന്നു. അങ്ങനെ ഉപ്പ് ജീവിതമാകുന്നു. അത് പരമമായ സ്നേഹമാകുന്നു. ഉപ്പിനെ, ആ അനുഭവോഷ്മളതയെ പ്രിയതരമായ ജീവിതരുചിയായി കവി അറിയുന്നു. അതിഭാവുകത്വം വെച്ചുകെട്ടാത്ത കവിതകളാൽ മലയാളത്തെ സമ്പന്നമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പേരിടാനറിയാത്ത കൊച്ചു ദുഃഖങ്ങൾ ഉള്ളിൽ പേറിയാണ് അദ്ദേഹം നടന്നത്. അതിനിടയ്ക്ക് ചൂരുള്ള വരികൾ, ഒരു മണ്ണടുപ്പാണീ മന്നിടം, അതിനുള്ളിൽ തിരുകി തീ പൂട്ടിയ വിറകാണെല്ലാം, ഇതൊരറിവും തിരിച്ചറിവുമാകുന്നു. ബോധമില്ലായ്മയാണ് സമൂഹത്തിലെ എല്ലാ ച്യുതികൾക്കും അടിസ്ഥാനം. ബോധമാം നറുനിലാവ് ഒരു തുള്ളിയെങ്കിലും ചേതനയിൽ ശേഷിക്കുന്നവർക്ക് പ്രകൃതിയെയും സ്ത്രീയെയും മലിനമാക്കാൻ കഴിയില്ല. വേദനിക്കലും വേദനിപ്പിക്കലും വേണമീ സ്നേഹബന്ധങ്ങൾ ഊഴിയിൽ എന്ന് വാടക വീട്ടിലെ വനജോത്സ്നയിൽ. ഒരിക്കൽ മാത്രം വന്ന് അനിശ്ചിതകാലം താമസിച്ചു മടങ്ങേണ്ട ഭൂമി എന്ന ഈ വാടക വീട്ടിൽ നിന്ന് ഒരു നാൾ ഇറങ്ങിപ്പോകേണ്ടി വരുമ്പോൾ ഞാനിവിടെ എൻ്റെ ആത്മാവിൻ്റെ ഒരംശം നിക്ഷേപിച്ചു പോകുന്നു. അതാണ് എൻ്റെ കവിത. അത് മറ്റൊരാത്മാവിന് സന്തോഷമോ സാന്ത്വനമോ പകരുന്നുവെങ്കിൽ അതെൻ്റെ സുഹൃതമെന്നു മാത്രം പറയട്ടെ. നിന്നിതൾ തുമ്പിലെ പുഞ്ചിരിമായുമ്പോൾ നിന്നെക്കുറിച്ചൊന്നു പാടാൻ, എന്മണി വീണയിൽ വീണപൂവേ നിന്റെ നൊമ്പരം നിന്നു തുടിപ്പു. വീണപൂവ് എന്ന കവിതയിലെ അതിപ്രസിദ്ധമായ ഈ വരികൾക്കുള്ളിൽ വിങ്ങലും തേങ്ങലും തന്നെയാണുള്ളത്. നീലക്കണ്ണുകളിലും മരുഭൂമിയിലും ഈ പുരാതന കിന്നാരത്തിലും ഭൈരവന്റെ തുടിയിലുമൊക്കെ പിന്നെയും ഭിന്നസ്വരൂപികളായി വന്ന് ബലിനിയോഗങ്ങൾ പൂർത്തിയാക്കി നമ്മിലേക്ക് ഇതൾ വീഴ്ത്തുന്നതും ഇവ തന്നെ. സകലതിനെയും വെട്ടിമുറിച്ച് പങ്കുവെച്ച് പുലികളാകാൻ തിരക്കേറ്റുന്ന കത്തിവേഷങ്ങൾ അലറിയാർക്കുമ്പോൾ ബാവുൽ
ഗായകനായി ഒരുവരും കേൾക്കുവാനില്ലെങ്കിലുമെൻ്റെ അപരാഹ്ന ഗാനം ഞാൻ പാടി ഉടലാകെ മുൾച്ചട്ട മൂടി നിൽക്കും കള്ളിച്ചെടിയൊരു പൂവിടർത്തുന്നു ചുടുചുടയെ പൊള്ളുന്ന മണലിലും ഒട്ടക ചുവടുകൾക്കൊരു നൃത്തതാളം എന്ന് ഒരു മരുപ്പച്ചയിൽ കവി പാടി നിർത്തുന്നു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യം കവി പല കവിതകളിലും സ്ഥാപിക്കുന്നുണ്ട്. പ്രകൃതി മനോഹാരിത വർണ്ണിക്കുന്നുണ്ട്. ആവണിപ്പാടം എന്ന കവിത ചിങ്ങപ്പാടത്തിൽ വിരുന്നുവന്ന വിവിധ ഭാവഹാവാദികളോടുകൂടിയ കിളികളുടെ ആത്മഹർഷത്തിന്റെ ഛായാപടമാണ്. മണ്ണിന്റെയും മനുഷ്യന്റെയും മനസ്സ് ഹൃദിസ്ഥമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. കവി പ്രസ്താവിക്കുന്നത് പോലെ ആകാശം പോലെ നിറകുടമാണ് കവിയുടെ മനസ്സും. മടങ്ങിവരാത്ത മായുന്ന സന്ധ്യകളെക്കുറിച്ചും മടങ്ങിവരാത്ത പാടിമറയുന്ന പക്ഷികളെക്കുറിച്ചും ആകുലി കൊണ്ട മഹാകവിയാണ് ONV. ഭാവനയുടെ സുഗന്ധവും ധാർമ്മിക രോഷത്തിന്റെ ചുവപ്പും അദ്ദേഹത്തിന്റെ കവിതകളിൽ നാം അനുഭവിച്ചറിയുന്നു. എല്ലാം മറന്നൊന്നുറങ്ങുവാൻ തൻ്റെ സഹജാതർക്ക് ആത്മവിശ്വാസം പകർന്ന് നിങ്ങളങ്ങുറങ്ങിക്കൊള്ളുക, ഞാൻ ഉണർന്നിരിക്കാം, ഇനി ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങുക, നിങ്ങളുടെ കാവലാളായി ഞാനുണ്ടാകും എന്ന് പ്രഖ്യാപിക്കുന്നു. ശാർങ്ങക പക്ഷികളും മൃഗയയും ONV മലയാളത്തിലെഴുതിയ ലോക കവിതകളാണ്. അപരാഹ്നം മുതൽ അർദ്ധവിരാമം വരെയുള്ള കാവ്യസമാഹാരങ്ങളാണ് ONV കവിതകളുടെ 4ാം ഘട്ടത്തെ സൂചിപ്പിക്കുന്നത്. ONV കവിതയുടെ വളർച്ചയും ഏറ്റവും ഉയർന്ന ഘട്ടത്തിലെ സൃഷ്ടികളുമാണ് പുനരഭി, കടൽ ശംഖുകൾ, സൂര്യന്റെ മരണം, അനശ്വരതയിലേക്ക് എന്ന കവിതാ സമാഹാരം. നിജഹൃദയത്തിന്റെ നീടത്തിൽ നിന്നു നിൻ പ്രിയതര ഗീതങ്ങളെല്ലാം ചിറകുവിടർത്തി പറന്നു പറന്നുപോയി ധര കോൾമയിർ കൊണ്ടു നിന്നു. അരുമപ്രകാശമാം സൗഗന്ധികം തേടി ഇരുൾ വനസീമകൾ താണ്ടും പഥിക നിൻ ചിരകാലമിത്രമാം താരക പതിവു പോൽ വാനിലുദിക്കേ. അകലെങ്ങാനും പ്രഭാതമുണ്ടോ നിന്റെ അകലുഷോൽകണ്ഠ ചോദിക്കേ. മിഴിയിൽ തുളുമ്പുന്ന കണ്ണുനീർ മാത്രമേ മറുപടിയുണ്ടായതുള്ളൂ. ഓരോ ഋതുവും ഭൂമിയെ വ്യത്യസ്തമായൊരു ചിത്രമായി വരയ്ക്കുന്നു, നിറഭേദങ്ങൾ ചാർത്തുന്നു. അടിസ്ഥാനപരമായി ഭൂമി മാറുന്നുമില്ല. കാലം നൽകുന്ന ആ ചിത്രചാരുതകളിൽ തിരുവുടലിൽ നവതാരുണ്യവുമായി ഭൂമി നിൽക്കുന്നു. ONVയുടെ കവിതയ്ക്കുമുണ്ട് ഭൂമിയുടെ നവതാരുണ്യം. പല ഋതുക്കൾ താണ്ടി പല സ്ഥായികളിൽ പാടുന്ന ഒരു ബാംസുരി ആ കവിതയുടെ ജീവനിലിരിക്കുന്നു. ഒരേ സമയം അത് മണ്ണിനോടും അപാരതയോടും വിനിമയത്തിലേർപ്പെടുന്നു. ഈ ദ്വിമുഖതയാണ് ONV കവിതയുടെ ആധാര സവിശേഷത. മലയാള കവിതയെയും സിനിമാ ഗാന ശാഖയെയും ഇത്രമേൽ ജനകീയമാക്കിയ മറ്റൊരു കവിയും നമുക്കുണ്ടാവില്ല. കവിതയാകട്ടെ, ചലച്ചിത്രഗാനമാകട്ടെ, നാടകഗാനമാവട്ടെ, എല്ലാത്തിനെയും സമഭാവനയോടെ കണ്ടുകൊണ്ട് മൂന്നിലും തൻ്റെ അപാരമായ രചനാവൈഭവം ഒരുപോലെ പ്രകടമാക്കിയ ഒരു മഹാകവിയായിരുന്നു ONV. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു, ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമൂഖമീ വേദിയിൽ, ഇന്ദ്രനീലിമയോലും ഈ മിഴിപ്പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി എന്നിങ്ങനെ ONVയുടെ ഗാനശാഖ തളിർത്തുല്ലസിക്കുകയാണ്. നാട്ടുതനിമയുടെയും ഗ്രാമീണ സംസ്കാരത്തിൻ്റെയും കേരളീയ ഭാവുകത്വത്തിൻ്റെയും ഭാരതീയ കാവ്യ സംസ്കൃതിയുടെയും വിശ്വമാനവികതാ ബോധത്തിൻ്റെയും സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെയും നേർക്കാഴ്ചകൾ ഉൾച്ചേരുന്നതായിരുന്നു ONV കവിതകൾ. നിസ്വജീവിതങ്ങളുടെ വേദനയും വിയർപ്പിന്റെ കഥനഭാരങ്ങളും കലർന്ന രചനകളും സമത്വസുന്ദരമായ നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും കാഴ്ചവെക്കുന്ന സ്വപ്നഗീതങ്ങളും നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ഈ കവിതകളെ സ്വപ്നഗീതങ്ങളാക്കുന്നു. വൈയക്തിക മോഹങ്ങളുടെയും മോഹഭംഗങ്ങളുടെയും വിഷാദഗീതങ്ങളും ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതായേക്കാമെന്ന ആശങ്ക അവതരിപ്പിക്കുന്ന ജൈവ വീക്ഷണങ്ങളും വിശ്വസാഹോദര്യത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും സ്വപ്നങ്ങൾ പങ്കിടുന്ന സാർവലൗകിക ബോധത്തിന്റെ ദർശനങ്ങളും ശുദ്ധലാവണ്യാനുഭൂതി നൽകുന്ന മായികവും ആജ്ഞേയവും കാൽപ്പനികവുമായ ഗീതങ്ങൾ അടങ്ങുന്നതാണ് ONV കവിതകൾ. രാത്രി മഴ പെയ്തു
തോർന്ന നേരം രാത്രി മഴ പെയ്തു തോർന്ന നേരം കുളിർക്കാറ്റിലിലച്ചാർത്തുലഞ്ഞ നേരം ഇറ്റിറ്റു വീഴും നീർത്തുള്ളി തൻ സംഗീതം ഹൃത്തന്ത്രികളിൽ പടർന്ന നേരം കാതരയായൊരു പക്ഷിയൻ ജാലക വാതിലിൻ ചാരേ ചിലച്ച നേരം വാതിലിൻ ചാരേ ചിലച്ച നേരം ഒരു മാത്ര വെറുതെ നനച്ചു പോയി അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചു പോയി ഒരു മാത്ര വെറുതെ നനച്ചു പോയി. ഏറ്റവും കൂടുതൽ തവണ മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന പുരസ്കാരവും വൈശാലിയിലെ ഗാനങ്ങളുടെ പേരിൽ ദേശീയ പുരസ്കാരവും നേടി. ഉജ്ജയിനിയുടെയും സ്വയംവരത്തിന്റെയും കവിഹൃദയം മലയാളത്തിന്റെ തനതായ കാവ്യസ്മരണയെ വീണ്ടെടുക്കുകയായിരുന്നു. ഒരു കാലത്തിന്റെ ഓർമ്മയാണ്, നഷ്ടപ്രണയത്തിന്റെ മധുര ശബ്ദമാണ് ONV. ചില്ലിലെ ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, ഉൾക്കടലിലെ എന്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകുടി തുടങ്ങിയ ഗാനങ്ങൾ ഉദാഹരണങ്ങളാണ്. പത്മരാജന്റെ കരിയിലക്കാറ്റുപോലെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, പറന്നു പറന്നു പറന്ന് തുടങ്ങിയ ചിത്രങ്ങൾ, ഭരതന്റെ മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം, വൈശാലി, കാതോട് കാതോരം, ഹരിഹരന്റെ നഗക്ഷതങ്ങൾ, പഞ്ചാഗ്നി, ആരണ്യകം, പഴശ്ശിരാജ തുടങ്ങിയ സിനിമകളിലൊക്കെ ONV എഴുതിയ പാട്ടുകൾ വ്യത്യസ്തമായ കാവ്യലോകം തന്നെ സൃഷ്ടിച്ചവയാണ്. ഒരു ഗാനമല്ല, വികാരമായാണ് മലയാളികൾ ആസ്വദിക്കുന്നത്. ചൈത്രം ചായം ചാലിച്ചു എന്ന പ്രണയഗാനം കേട്ട് കോരിത്തരിച്ചിട്ടില്ലാത്ത യുവാക്കൾ ഉണ്ടാവില്ല. അത്രത്തോളം ആത്മസ്പർശിയായിരുന്നു ആ ഗാനങ്ങൾ. ഒരു സ്വരം പഞ്ചമ മധുര സ്വരത്തിനാൽ ഒരു വസന്തം തീർക്കും കുയിൽ മൊഴിയോ, കരളിലെ കനൽ പോലും കണിമലരാക്കുന്ന വിഷുനില പക്ഷി തൻ കുറുമൊഴിയോ, ഒരു കോടി ജന്മത്തിൻ സ്നേഹ സാഫല്യം നിന്നൊരു മൃദു സ്പർശത്താൽ നേടുന്നു ഞാൻ, നിന്നൊരു മൃദു സ്പർശത്താൽ നേടുന്നു ഞാൻ. ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനീയൻ, ഋതുദേവതയായരികിൽ നിൽക്കെ, നീന്നരികിൽ നിൽക്കെ. അത്തരം ഗാനങ്ങളുടെ ഒരു നിര തന്നെ ONVയുടെ രചനകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. കൊട്ടും തൊടിയും കുടവും കാട്ടുപുൽ തണ്ടിലൂറും ശ്രുതിയുമായി മലയാളത്തെ പോരിടങ്ങളിലേക്ക് പാടിയുണർത്താനും രാഗാതുരയാക്കാനും കാലാതീത ലാവണ്യത്തോടെ നിൽക്കുന്നു ONV കവിതകൾ. ഹിമബിന്ദു മുഖപടം ചാർത്തിയ പൂവിനെ മധുകരം മുകരാതെയുളറും പോലെ അരിയ നിൻ കാലച്ച ചൊല്ലിയ മന്ത്രത്തിൻ പൊരുളറിയാതെ ഞാൻ നിന്നു. നിഴലുകൾ കളമെഴുതുന്നൊരൻ മുന്നിൽ മറ്റൊരു സന്ധ്യയായി നീ വന്നു. അറിയാതെ കോരിത്തരിച്ചുപോയ ആ കാലൊച്ച കവിതയുടെ ഇടനാഴിയിലാണ് സംഭവിക്കുന്നത്. ആത്മാവിൽ മുട്ടിവിളിച്ചതുപോലെ ശ്യാമസുന്ദര പുഷ്പമേ, സാഗരങ്ങളെ, നീരാടുവാൻ നിളയിൽ മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി, ഓർമ്മകളെ കൈവള ചാർത്തി, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ വാതിൽ പഴുതിലൂടെ എൻ മുന്നിൽ ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ. ഇങ്ങനെ തുടങ്ങിയ ഗാനങ്ങളിൽ യൗവനത്തിന്റെ തുടിപ്പും ജീവിതത്തിന്റെ ആഗ്രഹങ്ങളും നിഴലിക്കുന്നു. ജാലകഛായയിൽ പാടാൻ വരും പക്ഷിജാലം പറന്നു പോയോ, പക്ഷിജാലം പറന്നു പോയോ. പാടവരമ്പത്ത് ചീവീട് രാക്കത്തി രാഗിടും ഒച്ചയുണ്ടോ, രാഗിടും ഒച്ചയുണ്ടോ.
പാതിരാക്കോഴിതൻ കൂവലുണ്ടോ, കാവൽ മാടത്തിൻ ചൂളമുണ്ടോ, കാവൽ മാടത്തിൻ ചൂളമുണ്ടോ. ആരോ കോലായയിൽ മൂളും രമണന്റെ ഈരടി കേൾക്കുന്നുണ്ടോ, എന്തിനെ കൊട്ടിയടയ്ക്കുന്നു കാലമൻ ഇന്ദ്രിയജാലകങ്ങൾ, എന്നിന്ദ്രിയജാലകങ്ങൾ. പിച്ചവെക്കുന്ന കാലത്ത് ONV പാട്ടുമായി വന്നത് നാടകത്തിലൂടെയായിരുന്നു. വയലാറിന് ശേഷം മലയാളികളുടെ വികാരമായി മാറി ONV. സംഗീത സംവിധായകൻ G. ദേവരാജനുമായുള്ള പരിചയപ്പെടൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. അവരുടെ കൂട്ടുകെട്ടിൽ വിരിഞ്ഞത് നിരവധി ഗാന പുഷ്പങ്ങളാണ്. പാട്ടുകാരൻ നാളെയുടെ ഗാട്ടുകാരൻ എന്ന് പാടിയത് ONV ആണ്. പൊന്നരിവാളിൽ തുടങ്ങി മാരിവില്ലിൽ കൂടി, അമ്പിളിയമ്മാവനിൽ കൂടി, ചാഞ്ചാടുണ്ണി പാടിക്കൊണ്ട് വെണ്ണിലാച്ചോലയിൽ കൂടി നിർത്താതെ നാടകഗാനങ്ങൾ സഞ്ചരിച്ചു. ചലച്ചിത്ര ഗാനങ്ങൾ ആമലർ പൊയ്കയിൽ നീരാടി, മാണിക്യവീണയുമേന്തി വാർതിങ്കൾ തോണിയിലേറി മനോഹരമായ ഭൂമിയെ സ്നേഹിച്ച നൂറുകണക്കിന് സിനിമാ ഗാനങ്ങൾ പിറന്നു. ചില്ലിമുളങ്കാടുകളിൽ ലല്ലലലം പാടുന്ന തെന്നലിനൊത്ത് കവിയുടെ വിപ്ലവബോധം പാട്ടുകൾ പാടി. അരിവാളിനെ പൊന്നരിവാളാക്കുന്ന ലാവണ്യബോധമാണത്. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന ഗാനത്തിന്റെ ആശയത്തിലടങ്ങിയിരിക്കുന്ന തീവ്രമായ സാമൂഹിക അവബോധത്തെ ഉൾക്കൊള്ളാനുള്ള കരുത്തായിരുന്നു ഈ കവിതകൾ. പ്രണയഗാനങ്ങളും വിഷാദഗാനങ്ങളും എഴുതുമ്പോൾ പദസ്വീകാര്യത്തിൽ ONV കാണിക്കുന്ന കണിശത അവയുടെ സൗന്ദര്യത്തെ കാലാതിവർത്തിയാക്കുന്നുണ്ട്. ONVയുടെ ഓരോ വാക്കിലും നിറയെ സംഗീതമാണ്. അത് കവിതയ്ക്കല്ല, ഗാനങ്ങൾക്കാണ് കൂടുതൽ ഇണങ്ങുക. കവിതയുടെ കുന്നിമണിച്ചെപ്പിൽ നിന്നെടുത്ത ഒരു നുള്ളു കുങ്കുമം ONVയുടെയും ദേവരാജന്റെയും വിരൽത്തുമ്പുകളിലൂടെ അതിന്റെ വർണ്ണരേണുക്കൾ മലയാളിയുടെ നെഞ്ചിലാകെ പടർന്നിട്ടുണ്ട്. എന്തിനി ചിലങ്കകൾ, എന്തിനി കൈവളകൾ, എൻ പ്രിയൻ എന്നരികിൽ വരില്ലയെങ്കിൽ. ആരാധനാ നിർഭരവുമല്ല, വാക്കിലൂടെയുള്ള സ്വരത്തിലൂടെയുള്ള സ്നേഹസ്പർശങ്ങൾ മാത്രം. തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചറിയാവുന്ന കാവ്യബിംബങ്ങളാണ് ONV കവിതയുടെയും ഗാനങ്ങളുടെയും പ്രത്യേകത. കണ്ടറിയാനും കേട്ടറിയാനും തൊട്ടറിയാനും മണത്തറിയാനും രുചിച്ചറിയാനും കഴിയുന്ന പഞ്ചേന്ദ്രിയ അനുഭവങ്ങളാണ് ഈ പാട്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ആറ്റിറമ്പിൽ പൂവുകൾ തൻ ഘോഷയാത്രയായി എന്ന് പറയുമ്പോൾ ഈ ദൃശ്യബിംബം നാം കാണുന്നു. ആയർ പെൺകിടാവേ നിൻ പാൽക്കുടം തുളുമ്പിയതായിരം തുമ്പപ്പൂവായി വിരിഞ്ഞു എന്ന് പറയുമ്പോഴും എന്റെ സൂര്യൻ എരിഞ്ഞടങ്ങിയതീ സന്ധ്യതൻ സ്വർണമേടയിൽ, എന്റെ കുങ്കുമ പാടമാകവേ ഇന്നു കത്തിയെരിഞ്ഞുപോയി എന്നു പറയുമ്പോഴും ഇത്തിരി പൂക്കളും തുമ്പികളും വളപ്പൊട്ടുകളും വർണ്ണപ്പീലികളും ഇവ ദൃശ്യവൽക്കരിക്കപ്പെടുന്നു. കുരവയും പാട്ടുമായി കൂടെയെത്തും ചിറകാർന്ന സ്വപ്നങ്ങൾ എന്ന വരികളിൽ നാം അത് കേൾക്കുന്നുണ്ട്. ചിലങ്കകൾ പാടുന്നു അരികിലാണോ, വിപഞ്ചികൾ പാടുന്നു അകലെയാണോ എന്ന ശബ്ദത്തിൽ നാം അത് കേട്ടറിഞ്ഞു. കളകളം കായലോളങ്ങൾ പാടും എന്ന് പറയുമ്പോൾ ആ ശബ്ദം നാം കേൾക്കുന്നു. കിളചിലച്ചു കിലുകിലെ കൈ വളചിരിച്ചു, കതിർചൂടും പുന്നെല്ലിൽ മർമ്മരമോ, കരളിലെ പുളകത്തിൻ മൃദുമന്ത്രമോ എന്ന് പറയുമ്പോഴും നാം അത് കേൾക്കുന്നു. വയണപ്പൂ ചൂടുന്ന കാടേതോ, വാസന്തിപ്പൂ ചൂടുന്ന കാടേതോ, നാം അതിനെ മണത്തറിയുന്നു. സ്നിഗ്ധമാരുടെ മുടിച്ചാർത്തിലൻ മുഗ്ധസങ്കല്പം തലോടി നിൽക്കെ എന്നും, മുടിയിലെ എള്ളെണ്ണ കുളിർമണമോ ചുടിയിലെ ഏലത്തരിമണമോ എന്നും, കാടുകൾ പൂത്തതറിഞ്ഞില്ലേ കുഞ്ഞിക്കാറ്റു പറഞ്ഞില്ലേ എന്നും, മാവായ മാവെല്ലാം പൂത്തിറങ്ങി മണമുള്ള മാണിക്യ പൂത്തിരികൾ എന്നും നാം അതിനെ വാസനിച്ച് അറിയുന്നുണ്ട്. കന്നിപ്പൂങ്കവിളിൽ തൊട്ട് കടന്നു പോകുവതാരോ എന്ന് സ്പർശിച്ചറിയാൻ കഴിയുന്ന, ഈ നദീതൻ പുളിനങ്ങൾ ചന്ദനക്കുളിരണിഞ്ഞു എന്ന് തൊട്ടറിയാൻ കഴിയുന്ന, ഈ നദീതൻ മാറിലാരുടെ കൈവിരൽ പാടുകൾ ഉണരുന്നു എന്നും സ്പർശിക്കാൻ കഴിയുന്ന പാട്ടുകളാണ് ONVയുടേത്. മനുഷ്യനും പ്രകൃതിയും ഭാഷയും ONV എന്ന ത്രയാക്ഷരത്തിന്റെ കാതലായിരുന്നു. മനുഷ്യൻ, പ്രകൃതി, ഭാഷ എന്നീ ആശയങ്ങൾ മലയാളത്തിന്റെ വിശുദ്ധിയും സൗരഭ്യവും ലോകമാകമാനം പരത്തിയ ONV തന്റെ ഭാഷയെ ഒരു പ്രകാശനാളമായി കരുതി എന്നും കെടാതെ സൂക്ഷിച്ചിരുന്നു. ഭാഷയാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യമെന്ന് ഉദ്ഘോഷിച്ച കവിയായിരുന്നു ONV. ഭാഷ നശിക്കുന്നിടത്ത് മനുഷ്യന് സ്വത്വം നഷ്ടപ്പെടുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. മണിനാദം പോൽ മധുരം നമ്മുടെ
മലനാട്ടിൻ മൊഴി മലയാളം എന്നു പാടിയ കവി മലയാളത്തിന്റെ മാധുര്യം ഏവരിലേക്കും പകർന്നു നൽകുകയായിരുന്നു. മലർ വിരിയും വനി മലർവനി മധു നിറയും മലർ മടുമല മലർ വിരിയും വനി മലർവനി മണിനാദം പോൽ മധുരം നമ്മുടെ മലനാട്ടിൻ മൊഴി മലയാളം. മണിനാദം പോൽ മധുരം നമ്മുടെ മലനാട്ടിൻ മൊഴി മലയാളം. വേർപിരിയുവാൻ മാത്രമൊന്നിച്ചു കൂടി നാം വേദനകൾ പങ്കുവയ്ക്കുന്നു. വേർപിരിയുവാൻ മാത്രമൊന്നിച്ചു കൂടി നാം വേദനകൾ പങ്കുവയ്ക്കുന്നു. ഈ വേദനകൾ ലോകത്തിലെ സർവ്വദുഃഖങ്ങളും തന്റേതായി കണ്ട കവി ബന്ധങ്ങളുടെയും വേർപാടിന്റെയും നോവ് തന്റെ കവിതകൾക്കുള്ള പ്രചോദനമായി മാറ്റുകയായിരുന്നു. വേർപിരിയുവാൻ മാത്രം ഒന്നിച്ചുകൂടി നാം വേദനകൾ പങ്കുവയ്ക്കുന്നു. കരളിലെഴും ഈണങ്ങൾ ചുണ്ടുനുണയുന്നു, കവിതയുടെ ലഹരി നുകരുന്നു. ജീവിത മൂല്യങ്ങളെക്കുറിച്ചും നൈമിഷികമായ ജീവിതയാത്രയെക്കുറിച്ചും കവിക്ക് ബോധ്യമുണ്ടായിരുന്നു. കേവലം ജൽപ്പനങ്ങളല്ലായിരുന്നു അവ. ആന്തരിക സംഘർഷങ്ങളുടെ കാണാക്കയങ്ങളിൽ നിന്ന് കുറുക്കിയെടുത്ത എക്കാലവും പ്രസക്തമായ ആശയങ്ങളായിരുന്നു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അനന്യമായ ബന്ധം ONV കവിതകളുടെ മുഖ്യ ഘടകമായിരുന്നു. ഒരു തൈ നടുമ്പോൾ പല തൈ നടുന്നു, പല തൈ നടുന്നു, പല തണൽ നടുന്നു. ONV കവിതകളിൽ പ്രകൃതിബോധം മുറ്റി നിൽക്കുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇത്തരം വരികൾ. വളരെ ലളിതമായി അദ്ദേഹം പറഞ്ഞുപോയത് അതീവ ഗൗരവമുള്ളതും ഈ പ്രകൃതിയെ തന്നെ മുന്നോട്ട് നയിക്കേണ്ടതുമായ വസ്തുതയാണ്. ONV ഗാനരചന ആരംഭിച്ചത് ബാലമുരളി എന്ന പേരിലായിരുന്നു. ഗുരുവായൂരപ്പൻ എന്ന സിനിമ മുതലാണ് ONV എന്ന പേരിൽ എഴുതി തുടങ്ങിയത്. 230-ലധികം സിനിമകളിലായി 930-ൽ-അധികം ഗാനങ്ങളുണ്ട്. ഗാനരചനയ്ക്കുള്ള സംസ്ഥാന അവാർഡ് 13 തവണയാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത്. 40-ലേറെ കവിതാ സമാഹാരങ്ങളും ONV മലയാളത്തിന് നൽകി. മലയാളിയുടെ ചുണ്ടിൽ എന്നും മൂളിക്കളിക്കുന്ന അനവധി ചലച്ചിത്ര നാടക ഗാനങ്ങൾ. വിശാലമായ ആ അക്ഷരസഭയ്ക്ക് രാജ്യം നൽകിയത് പത്മശ്രീ, പത്മവിഭൂഷൺ മുതൽ ജ്ഞാനപീഠം വരെ അനേകം പുരസ്കാരങ്ങൾ. സോവിയറ്റ് ലാൻഡ് നെഹ്റു പുരസ്കാരം, വയലാർ രാമവർമ്മ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. കേരള കലാമണ്ഡലത്തിന്റെ ചെയർമാൻ, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, കേരള സാഹിത്യ അക്കാദമി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു. ഇന്ത്യൻ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് ദേശീയ അധ്യക്ഷനായും സേവനമനുഷ്ഠിച്ചു.